പഴയ കാലത്തൊക്കെ നമുക്കൊരുപാട് കഥാ ബുക്കുകൾ കിട്ടുമായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട്. ബാലരമ, അതുപോലെ തന്നെ ബാലഭൂമി, ബാലമംഗളം, പിന്നെ അതിന് ശേഷം കളിക്കുടുക്ക, ചിരിക്കുടുക്ക, അങ്ങനത്തെ ഒരുപാട് ബുക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ കഥകളാണ് അല്ലേ? ഭയങ്കര രസകരമായിട്ടുള്ള കഥകൾ. അതൊക്കെ ഓരോരുത്തർ എഴുതുന്ന കഥകളാണ്. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എഴുതിയിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനത്തെ നല്ല കഥകളായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു കഥ കേൾപ്പിച്ചു തരാം, വിഷ്വൽ രൂപത്തിൽ കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. പക്ഷെ അതൊരു നോവലാട്ടോ. പക്ഷെ അത് ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽ അടക്കമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാണാനൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ കഥ നമുക്ക് കേട്ടിട്ട് എങ്ങനെയുണ്ട് വിലയിരുത്താം. ഓക്കെ, എന്തെങ്കിലും വല്ല ഡയറക്ഷനിലൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോളി. ഓക്കെ, നല്ല മനോഹരമായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. ഓരോരോ പോക്ക് പോണ വഴി നമ്മൾ കേട്ടോക്കിയാ. റെയിൽവേ പാളത്തിൽ വണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ട്രെയിൻ ചീറി പാഞ്ഞു വരുന്നു, ഒരു പരിഹാരവുമില്ലല്ലോ. കുഞ്ഞിക്കോയൊക്കെ സാധാരണ മനുഷ്യനല്ലേ, കുഞ്ഞിക്കോയക്ക് വലിയ വേദനയായി. ഉടനെ കുഞ്ഞിക്കോയൊക്കെ ശൈഖുനാനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറഞ്ഞു നിന്നു. ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. എന്ത് സംഭവിച്ചാലും ആദ്യം കുഞ്ഞിക്കോയക്ക് സംഭവിച്ചിട്ട് വേണം ശൈഖുനാക്ക് സംഭവിക്കാൻ. അപ്പൊ കുഞ്ഞിക്കോയക്ക് സ്നേഹത്തോടുകൂടി ശൈഖുനായ വലയം ചെയ്ത് മറഞ്ഞിങ്ങനെ വണ്ടിയിൽ നിന്നു. ഉടനെ ഖുത്ബുൽ ആലം സിയം വലിയുള്ളാഹ് മഹാനവറുകൾ കുഞ്ഞിക്കോയയോട് സംസാരിക്കുന്നു. കുഞ്ഞിക്കോയ മാറി നിൽക്ക്. അങ്ങനെ കുഞ്ഞിക്കോയെ മാറി നിർത്തിയിട്ട് ശൈഖുന ചീറി പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുഖത്തോട് നോക്കി ഇങ്ങനെ കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കുന്നു, നിൽക്ക് എന്ന അർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്, മൻ കാന ലില്ലാഹി കാനല്ലാഹു ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ട പോലെ അറിഞ്ഞാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥ അടിമത്വം പ്രകടിപ്പിച്ചാൽ അള്ളാഹു അവർക്ക് നൽകുന്ന ദറജയും പവറും എത്രയാണ്. ഓടി വരുന്ന ട്രെയിൻ അവിടെ പെട്ടെന്ന് നിൽക്കുകയാണ്. എന്തുണ്ടായി? ആ ട്രെയിൻ അവിടെ നിൽക്കുന്നു. ആ ട്രെയിനിൽ നിന്ന് ട്രെയിൻ ഇനി കുറച്ചേരം ഇടവേളയാണ്. നമ്മൾ കുറെ കണ്ടിരിക്കുമ്പോൾ അതിന് ഇടവേള വേണ്ടേ. അപ്പൊ ആ ഇടവേളയുടെ സമയത്ത് ചെറിയൊരു പരസ്യം. ഓക്കെ, പരസ്യം കണ്ടു. നല്ല രസകരമായിട്ടൊരു പരസ്യം. Jayalakshmi Sarees, 50 years in silk. ആരാണെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കട്ടോ. ഡ്രൈവർ വന്ന് ശൈഖുനയുടെ കാലിൽ മുത്തമിടുകയാണ്. ആ ഡ്രൈവർ മടങ്ങിപ്പോകുമ്പോ കുഞ്ഞിക്കോയൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ? അപ്പൊ ഡ്രൈവർ പറയുന്നു, ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാത്ത ഒരു പരിപാടി, ഈ ട്രെയിൻ അവിടെ ബ്രേക്ക് ഇടുക എന്നത് അസാധ്യമല്ലേ. പക്ഷെ ഇദ്ദേഹമാണ് എന്റെ അടുത്ത് വന്ന് ട്രെയിനിന്റെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് മാറ്റി വച്ചിട്ട് അദ്ദേഹം ട്രെയിൻ നിർത്തിത്തന്നു.